ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി 2 പേഷ്യൻസ് വന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ഇതൊക്കെ കണ്ടതിന് ശേഷം വന്നിങ്ങനെ സ്ത്രീകളാണ്. ഒരാൾ വന്ന് ചോദിച്ചു, ഡോക്ടർ എന്താ എപ്പോഴും ഈ മെയിൽ യൂറോളജിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഫീമെയിൽ യൂറോളജിയെക്കുറിച്ചൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാറില്ല, ഞങ്ങൾക്ക് ഉണ്ടല്ലോ അസുഖങ്ങൾ, അതെന്താ ഡിസ്കസ് ചെയ്യാത്ത കാര്യം? അവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളും ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വീട്ടിലുള്ളവരോട് പറയാൻ മടി കാണും, അല്ലെങ്കിൽ ഡോക്ടറോട് പറയാൻ മടി കാണും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, ഫീമെയിൽ യൂറോളജിയുടെ പ്രോബ്ലം. അതായത് ഈ ഫീമെയിൽ യൂറോളജിയും മെയിൽ യൂറോളജിയും ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കോമൺ ആണ്. ഇപ്പോൾ സ്റ്റോണൊക്കെ ഉണ്ടാകുന്നത് മെയിലും ഫീമെയിലും ഒക്കെ ഒരുപോലെയാണ്, അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നതൊക്കെ ഒരുപോലെയാണ്. എന്നാൽ ചില അസുഖങ്ങൾ പിന്നെ സ്ത്രീകളിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണുന്ന ഇൻഫെക്ഷൻ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. ഒന്ന്, ഈ അവരുടെ അനാട്ടമി, അതായത് സ്ട്രക്ചർ അങ്ങ് നോക്കിയാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ യൂറിനറി ട്രാക്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. മെയിൽ യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്നത് ബ്ലാഡറിൽ നിന്നും പ്രോസ്റ്റാറ്റിക് യൂറിത്ര ഉണ്ട്, പിന്നെ പിനൈൽ യൂറിത്ര ഉണ്ട്, അങ്ങനെ ഒരു ലോങ് യൂറിത്രയാണ് മെയിൽ യൂറിത്ര. അതായത് ഫീമെയിൽ യൂറിത്ര എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്. ബ്ലാഡർ കഴിഞ്ഞാൽ അതാണ് 2 സെൻറ്റിമീറ്റർ മാക്സിമം 3 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ യൂറിത്ര. അപ്പം ഈ യൂറിത്ര ചെറുതായതുകൊണ്ട് ഈ ബ്ലാഡറിനകത്തുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നത്. രണ്ട്, ഈ സാധാരണ സ്ത്രീകളുടെ ചെറിയ ഇൻഫെക്ഷനൊന്നും അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. വേണേൽ അവർ പറയും, സാധാരണ വരുമ്പോൾ പറയും ഞാൻ വെള്ളം കുടിച്ചത് കംപ്ലീറ്റ് മാറി, പിന്നെ ഒരു അടുത്ത മാസം വീണ്ടും വന്നു ഞാൻ വെള്ളം കുടിച്ചു, അതുകൊണ്ട് അവരത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. ഒന്നത്. രണ്ട്, സ്ത്രീകളുടെ ഒരു വേറെ ഒരു പ്രത്യേക സ്വഭാവം, ഒന്ന് അവരുടെ ആ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ യൂറിൻ പിടിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു യൂറിൻ പാസ് ചെയ്യത്തുള്ളൂ. ഒന്ന്, ചിലപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ പോകുന്ന വഴിയിൽ കാണണമെന്നില്ല, പുരുഷന്മാരെ പോലെ അങ്ങനെ ഒരു സ്പേസിൽ പോയി യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യും, അവർ യൂറിനെ ഹോൾഡ് ചെയ്യുമ്പോൾ യൂറിൻ അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവലി ആ ബ്ലാഡറിൻ്റെ ആ ടോണൊക്കെ കുറയും. പിന്നെ തിരിച്ചു വരുമ്പോൾ അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് എംപ്റ്റി ചെയ്ത് പോകണമെന്നില്ല, എപ്പോഴും ഒരു റെസിഡ്വൽ യൂറിൻ ചിലപ്പോൾ അവരുടെ ബ്ലാഡറിനകത്ത് കാണും. അപ്പോൾ ഒരു യൂറിൻ എവിടെയെങ്കിലും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്ഷനുള്ള കാരണമായി. രണ്ട്, പിന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ യൂറിത്രയും ജെനിറ്റൽ ട്രാക്റ്റും വജൈന അതുപോലുള്ള ട്രാക്റ്റുകളെല്ലാം വളരെ അടുത്താണ്. ഈ രണ്ടിൻ്റെ ഓപ്പണിങ് വളരെ അടുത്താണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന് ഈ ജെനിറ്റൽ ട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് യൂറിത്രയിലോട്ട് വരും. യൂറിത്രയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് യൂറിത്രയിൽ വന്നാൽ 2 സെൻറ്റിമീറ്റർ ലെങ്തേ ഉള്ളൂ ബ്ലാഡറുമായിട്ട്, അപ്പോൾ പെട്ടെന്ന് അത് ബ്ലാഡറിലോട്ട് ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഈ പ്രോക്സിമിറ്റി, ഈ ജെനിറ്റൽ ട്രാക്റ്റുകളുടെ പ്രോക്സിമിറ്റി ഒരു കാരണമാണ്. അപ്പോൾ പിന്നൊരു നാലാമതൊരു കാരണം പറയുന്നത് അവരുടെ ഈ വാഷിംഗ് ഹാബിറ്റ്. സാധാരണ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ടോയ്ലറ്റിലൊക്കെ പോയി മോഷനൊക്കെ പോയി കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാറില്ല, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ മോഷനൊക്കെ ചിലപ്പോൾ ബാക്കിൽ നിന്നും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് വരും, ആ ജെനിറ്റൽ ട്രാക്റ്റിൽ വരും, അത് കഴിഞ്ഞ് യൂറിത്രയുടെ അവിടെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഈക്കോളെ ഇൻഫെക്ഷനൊക്കെ വളരെ കൂടുതലായിട്ട് ഈ ലേഡീസിൽ കാണാനുള്ള ഒരു കാരണം. ഈ ഈക്കോളെ എന്ന് പറഞ്ഞാൽ മലത്തിനകത്തുള്ള ഒരു ബാക്ടീരിയ. അപ്പോൾ ഈ വാഷിംഗ് ഹാബിറ്റ് നമ്മൾ കറക്റ്റായില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ജെനിറ്റൽ ട്രാക്റ്റിൽ വരും, അത് കഴിഞ്ഞാൽ യൂറിത്രയിൽ വരാം, ബ്ലാഡറിന് വരാം. അങ്ങനെ ഈക്കോളെ ഇൻഫെക്ഷൻ വളരെ കോമണാണ്. അപ്പോൾ ഈ 3-4 കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ ചാൻസ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സ്ത്രീകളിലാണ്. പക്ഷേ സ്ത്രീകളത് കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോകും, അല്ലെങ്കിൽ അത് പലപ്പോഴും റെക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറും. അതുകൊണ്ട് ഈ സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്തോന്ന് ചോദിച്ചാൽ ഈ യൂറിത്രയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് യൂറിത്ര ആയതുകൊണ്ട് യൂറിനറി കൺട്രോളും കുറയുന്നത് സ്ത്രീകളിലാണ് ആദ്യം. പുരുഷന്മാരിൽ അത്രയും ഈ യൂറിത്ര ലെങ്ത് ഉള്ളതുകൊണ്ടും പ്രോസ്റ്റേറ്റ് ഉള്ളതുകൊണ്ടും ഇതെല്ലാം തടസ്സങ്ങളാണ്. അപ്പോഴത്തേക്ക് ഇൻകോണ്ടിനൻസ് വരത്തില്ല. സ്ത്രീകളിൽ അങ്ങനെ ഒരു ഓർഗനൊന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ ചെറിയൊരു ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് യൂറിൻ്റെ കൺട്രോൾ പോകും, അല്ലെങ്കിൽ ബ്ലാഡർ പ്രഷർ കൂടിയാൽ കൺട്രോൾ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഓവർഫ്ലോയോ അറിച്ചോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. അതുകൊണ്ടാണ് സ്ത്രീകളിൽ പുരുഷന്മാരിനെക്കാട്ടിൽ കൂടുതൽ ചാൻസ് ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ഈ അനാട്ടമിക്കൽ ഈ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫീമെയിൽ യൂറോളജി എന്ന് പറഞ്ഞാൽ പ്രത്യേകം. പിന്നെ പല അസുഖങ്ങളും
പിന്നെ സ്ത്രീകളിൽ പല അസുഖങ്ങളും പ്രത്യേകമായിട്ട് കാണും, അത് പുരുഷന്മാരിൽ കാണുന്നില്ല. എക്സാമ്പിളായിട്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ചെറിയ യൂറിത്രയാണ്, പ്രഷർ ബ്ലാഡറിൽ കൂടിയ ഉടനെ യൂറിൻ വെളിയിൽ പോകും. ചെറിയൊരു അതിൻ്റെ സ്പിൻഡർ നമ്മുടെ മെയിൽ സ്പിൻഡറിൻ്റെ അത്രയും സ്ട്രോങ് അല്ല, അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫീമെയിൽ യൂറോളജി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സെക്ഷനുണ്ട്. പല സ്ഥലത്തും പല ഹോസ്പിറ്റലും ഫീമെയിൽ യൂറോളജി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അത് ഡീൽ ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും. ഈ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാണ് ഫീമെയിൽ യൂറോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.